ലോറി മാമ, ലോറി മാമ, ലോറി മാമ, ലോറി மாமா. யாரா அவன் என்ன இவ்வளவு அன்பா கூப்பிடுறது? மாமா, நான் தான் ஹரி. மாப்பிள, நான் இங்க இருக்கேன்டா. மாமா, மாப்பிள, மாமா, மாப்பிள, ஐயோ. ലോറി മാമന് ഫുൾ ടാങ്ക് ആവാൻ ഇനി എത്ര കൂടി വേണം? லாரி பாம்பே போகணும், அதனால இது போதும். കാട്ടാ പോകാൻ. അപ്പൊ പവളം വീട്ടില ഇല്ല? ഇല്ല, പവിഴം അമ്മയോടൊപ്പം തറവാട്ടിൽ ഉത്സവത്തിന് പോയിരിക്കുക. എനിക്കാണെങ്കിൽ ഓവർ ടൈമും ഓഫീസിൽ നിന്ന് തിരിയാൻ സമയമില്ല. അതല്ലേ ഞാൻ പോവാത്തത്. നല്ല നല്ല പവിഴം, നിന്റെ ലോറി മാമനെ കണ്ടു. വയറ് നിറച്ച് ചാരായം മേടിച്ചു കൊടുത്ത് ഞാൻ അയാളെ ബോംബെക്ക് അയച്ചു. ലോഡ് ബോംബെക്കായിരുന്നു. ദൈവം നമ്മുടെ കൂടെയാ. എന്റെ ട്രാൻസ്ഫർ ശരിയാവുന്നവരെ നമ്മുടെ സത്യം ആരും അറിയാൻ പോകുന്നില്ല. കുടിച്ച് സാരായം വയറ്റിൽ വന്ന ഉടനെ ലോറി മാമ ബമ്പായിക്കൊണ്ടും പോകലേ, നേരെ ഇങ്ങോട്ട് താൻ വന്നു. ഇങ്ങോട്ടോ? ആ, അവരിങ്ങ വந்தாரு. എന്നെയും കണ്ടാரு, അതുക്ക് മുന്നേ ഉங்க അമ്മാவையும் കണ്ടാரு. மாமா அம்மையோட ஒன்னும் பறஞ்சிല്ല. என் கையை பிடிச்சாரு, கொஞ்ச நேரம் கரைஞ்சாரு, அப்புறம் போயிட்டாரு. നിനക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു പനി വരാൻ? വല്ലതും കണ്ട് പേടിച്ചോ മോനെ? കാലാവസ്ഥ മാറിയതുകൊണ്ടാ. അതിനിവിടെ അടുത്ത കാലത്ത് കാലാവസ്ഥയൊന്നും മാറിയില്ലല്ലോ. ആ, ഞാനത് പറയാൻ മറന്നുപോയി. ആ പവിഴത്തിന്റെ ബന്ധത്തിൽ ആരോ ഇവിടെ വന്നിരുന്നു. ഇരിക്കാൻ പറഞ്ഞിട്ട് കാപ്പി എടുത്ത് ചെല്ലുമ്പോഴേക്കും പോവുകയും ചെയ്തു. അന്ന് പൊള്ളാച്ചി പോയി വന്നതിന് ശേഷം അവക്ക് എന്തോ ഒരു മന്ദതയുണ്ട്. അവിടെ അവൾ എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട്. തൊലി വെളുത്തിട്ടാണെന്ന് പറഞ്ഞ് കാര്യമൊന്നുമില്ലടാ. ഉള്ളിൽ എന്തെങ്കിലും കള്ളത്തരം കാണും. അയ്യോ, നിനക്ക് പിന്നെയും ചൂട് കൂടിയല്ലോ. മാമ, എന്തേ? അവരെ പന്നി പിടിച്ചു. അവരെ അമ്മ വേഗം ചെല്ലാൻ പറഞ്ഞു. എന്താ? ഹരിക്ക് നല്ല പനി. ഇവനെ പന്നി പിടിച്ചെന്നല്ലേ പവിഴം വന്ന് പറഞ്ഞത്? ഇടയ്ക്കിടയ്ക്ക് ഒരു പനി വരുന്നത് നല്ലതാ. ഇതൊരു സാധാരണ പനിയല്ലേ, സാരമില്ല. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പനി വരാൻ? പനി വരാൻ എന്തെങ്കിലും കാരണം വേണോ പെങ്ങളെ? ഒന്ന് നന്നായിട്ട് പേടിച്ചാ പോരെ? ഗോവിന്ദ, നാരായണ, ഗുരുവായൂരപ്പ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പവിഴ എന്റെ ഭാര്യയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3-4 മാസമായി. എന്താടാ നിന്റെ വിളി കേട്ടാ ഞാൻ വന്നത്? നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. കിടന്നോ. നല്ലപോലെ വേർത്തിട്ടുണ്ട്. നന്നായി. പനിക്കൊരാശ്വാസം കിട്ടുമല്ലോ.
പവിഴോ ഒരു കുടം വെള്ളം ആ വാഴക്കന്നിന് നനയ്ക്കണം. എന്താ വാഴയ്ക്ക്? ഒരു ചിന്ന വാഴക്കുട്ടി ഇല്ലേ അങ്കെ, പുതിയത്. അതുക്ക് തണ്ണി വിട്, കുടിക്കട്ടെ. പവിഴമേ, പവിഴോ, പവിഴോ, പവിഴോ. എന്റെ ദൈവമേ, മോളെ പവിഴോ, മോളെ നിനക്ക് എന്ത് പറ്റി മോളെ? മോളെ നിനക്ക് എന്ത് പറ്റി? എന്റെ അമ്പലത്തറ ദേവി, ഈ തറവാട്ടിൽ ആദ്യമായിട്ടാണല്ലോ ഒരു പെൺകുട്ടി തലചുറ്റി വീഴുന്നത്. എന്താ മോളെ? ബഹളം വെച്ച് വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ. ആളാരാന്ന് ചോദിച്ചോ? അവള് കൊന്നാലും പറയില്ല. ശരിക്കും കൊന്നുകൊടുത്താ പറയോ? ദേ, അറം പറ്റുന്നൊന്നും പറഞ്ഞേക്കരുതേ. നെല്ലും പതിരും വേർതിരിക്കാൻ എനിക്കറിയാം. അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു ഭാനുമതി. പുറത്തൊരാൾ ഇതറിയുന്നതിന് മുമ്പ് ഒന്നുകിൽ ഈ വീടിന് തീ വെക്കുക, അല്ലെങ്കിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുക. എന്താ? അവിടെ അണ്ണനെ വരുത്തിക്കാം, അല്ലെങ്കിൽ അച്ഛനെ. എന്നാലും ഒരു ഭയം പോലെ. അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? പരമനാറി പട്ടി കഴിവരടാ മോളെ. അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പാ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും പെങ്ങൾക്ക് വിശ്വാസാവില്ല. എങ്കിലും ഇത്തിരി വേദനിച്ചിട്ട് ചോദിക്കുക, പെങ്ങൾക്ക് സ്വന്തം മക്കളെ മാത്രമേ വിശ്വാസമുള്ളൂ അല്ലേ? ഞാൻ വരൂല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലേ? കേറി വാടാ ഇങ്ങോട്ട്. അച്ഛൻ പോയാ ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങി വരാനാ പറഞ്ഞത്. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അച്ഛാ. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാല് ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും. ഇറങ്ങി വാടാ. എടാ, നീ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ? അമ്മ ഇങ്ങോട്ട് വരട്ടെ, നിലയില്ല ചത്തു. നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ? എടാ, സത്യം പറയാ. വെട്ടിട്ടോട്ടെന്ന് വെച്ച് മക്കളെ ഇങ്ങനെ തള്ളരുത്. നിങ്ങൾ ഒരു തള്ളയല്ലേ തള്ള. സത്യം പറയടാ. നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനെ അല്ല. എടാ, എടാ, കുട്ടന്റെ പേര്. സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? അച്ഛനാണ് സത്യം, അത് ഞാൻ ചെയ്തിട്ടില്ല. അവള് നിന്റെ പേര് പറഞ്ഞാലോ? ഞാൻ തൂങ്ങിച്ചാകും. വേണ്ട, ഞാൻ തന്നെ നിന്നെ തൂക്കിക്കൊള്ളാം. വയറ്റിലൊരു കൊച്ചിനെ വെച്ച് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നീ ഇത് എവിടുന്ന് ഒപ്പിച്ചതാടി? ഇവിടുന്നോ അതോ നിന്റെ നാട്ടിൽ നിന്നോ? ചോദിച്ചിട്ട് കാര്യമില്ല. ഇവക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല. അവക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്റെ കയ്യിലുണ്ട്. അതേ ഒരു 4 വാക്ക് ചോദിക്കട്ടോ? തല്ലി തകടം ചത്തുപോയാലേ തമിഴ്നാട് മൊത്തം ഇങ്ങോട്ട് ഇളകി വരും. അപ്പൊ എന്തോ ചെയ്യും? അധികം പീഡിപ്പിക്കല്ലേ എന്ന് പറയടാ. അവള് നമ്മുടെ പേര് പറയും. അയ്യോ. കുട്ടികളുടെ അച്ഛൻ നിന്റെ ദേഹത്ത് കൈവച്ച നീ ചത്തുപോകും. അങ്ങേര് നിന്നെ തല്ലുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. അതാ ഞാൻ ഇങ്ങനൊക്കെ നിന്നെ വേദനിപ്പിക്കാതെ പെരുമാറിയത്. എന്താ മോളെ നീ ഇങ്ങനെ? ആരാ നിന്നോട് ഈ മഹാപാപം ചെയ്തത്? പറ, ചൊല്ലേ, ആരാ? നീ എപ്പോഴാടാ വന്നത്? ഇനി വന്നേ. അവളിപ്പോ 1 അല്ല 2 ആര്? പവിഴം. ബഹളം ഞാനും കേട്ടു. അതെന്താണെന്ന് അറിയാനാ ഞാനിവിടെ നിന്ന്. ഒരു കാര്യം ചെയ്യാം, ഇറക്കി തന്നോ, ഞാൻ അവളെ കൊണ്ടുവിടാം.
വേണ്ട, അവിടെ എത്തി അവള് നിന്റെ പേരെങ്ങാനും വിളിച്ചു പറഞ്ഞാലേ ആ നാട്ടുകാരെല്ലാരും കൂടെ കൂടി നിന്നെ പിടിച്ചു കെട്ടിക്കും. ആരും കാണുന്നത് പോലെ അല്ലടാ മോനെ, ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. നീ വരാൻ കാത്തു നിന്നാടാ. വൈകിയത് കാരണം അഡ്രസ് ഊഹിച്ചെടുത്ത് പരമശിവത്തെ കൊണ്ട് അവിടെ അച്ഛൻ വരാൻ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആർക്ക്? കൗണ്ടർക്കോ? എന്താടാ? ഒന്നുമില്ല. മച്ചമ്പി എങ്ങോട്ടാ? നാട് വിടുത്തതാ ബുദ്ധി. ഇനി ഞാൻ ഇതിനകത്തില്ല. അപ്പൊ തന്റെ കൃഷിയോ? എന്തോന്ന് കൃഷി? അതിലും വലിയൊരു വ്യക്തിത്വം മുളയ്ക്കുന്നതും കാത്തിരിക്കരുത് ബാക്കിയുള്ളവര്. എനിക്ക് വയ്യ, ഞാൻ പോണു. പോവാൻ വരട്ടെ. ഇത് നട്ടതാരാണെന്നൊന്ന് അറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ. ഓർമ്മയുണ്ടോ ഒരു ഗുളിക വീണെന്നും പറഞ്ഞ് മച്ചമ്പി ഇരുട്ടത്ത് ഇതിനകത്തൊക്കെ തപ്പി നടന്നത് ഞാൻ കണ്ടതാ. നേരാ, ഞാൻ നടന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, മച്ചമ്പയുടെ മക്കളും മച്ചമ്പയും നടന്നിട്ടുണ്ട്. ഇരുട്ടത്ത് നടക്കുമ്പോ ലൈറ്റ് ഇട്ടത് ആരാ? മച്ചമ്പിയല്ലേ? മച്ചമ്പി എന്തിനാണ് ചോദിച്ചത്? അയ്യോ വേണ്ട, വേണ്ട, വിടാനാ പറഞ്ഞത്. അയ്യോ എന്റെ ഈശ്വരാ, എന്തൊക്കെയാണ് കാണിക്കുന്നത്? വിടാൻ. നേരാ, ഞാനും വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് മതി ഇനിയത്തെ കളി. അത് ഞാനാണെന്നറിഞ്ഞ നിങ്ങൾക്ക് എന്നെ വെട്ടിക്കൊല്ലാം. മറിച്ച് എന്റെ മക്കളോ മച്ചമ്പിയോ ആണെന്നറിഞ്ഞാൽ ഒരു കൊല ചെയ്യാൻ ഞാനും മടിക്കല്ല. പോടാ പോ. നോക്കൂത്തി പോലെ നിൽക്കാതെ പോയി പറമ്പിലെ പണി നോക്ക്. ഇത് നുള്ളി എടുക്കാൻ എനിക്കറിയാം. ഇത് കാരണം നനച്ചു വളർത്തുന്ന കൃഷികളിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും.